അപ്പോൾ നമ്മൾ പരുവെടുത്ത് പറ്റാൻ പോവാണ്. അത് മസാല അതിനകത്ത് കൂടി പറ്റിയിട്ട് നമ്മളിപ്പോൾ പൊരിക്കാടുക. പറ്റാട്ടോ നോക്കട്ടാ. അപ്പോൾ ആദ്യം പരുവ് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇനി അടുത്ത് നമുക്ക് തരാൻ പോണ ചേട്ടൻ എനിക്ക് തരാനുള്ള ഒരു പീസ് അങ്ങ് കൂടി എടുത്തിട്ട്. ഓ സന്തോഷം, ഏതായാലും മതി. അപ്പൊ ചന്ദ്രേട്ടാ അതും കൂടി നമുക്ക് ഇടാം. കത്തോലല്ലേ? ഇതിപ്പോ തന്നെ ആവുമല്ലോ. എത്ര കുടിക്കും? 10-15 മിനിറ്റ്. എന്തായാലും ഇത് വർക്കുമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ചീനി എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇടിക്കണ നല്ല പണ്ട് നാട്ടുമ്പുറത്തൊക്കെ ശരിക്കും ഇടിച്ച് പണ്ട് നമ്മുടെ അച്ഛനമ്മമാരും ബാക്കി ഇപ്പൊ ചില പ്രദേശങ്ങളിലൊക്കെ കാണാനുള്ളൂ. അതിപ്പോ എന്തായാലും ഇവിടെ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ മടലൊക്കെ ഇട്ട് നല്ല തെങ്ങിന്റെ മടൽ പണ്ട് ക്രിക്കറ്റ് കളിക്കില്ലേ ഈ ഒരു മണം വെച്ചിട്ട് ആ ഒരു മടലൊക്കെ വെച്ചിട്ട് ഇടിച്ച് പനയുടെ കമ്പ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് കുഴക്കണാണ്. നമ്മള് ചെണ്ടം പുഴുങ്ങിയിട്ട് ഇത് നമ്മൾ നേരത്തെ ഇത് പാറ്റിയതല്ലേ, വെള്ളം മാറ്റി കളഞ്ഞ അതേ കപ്പയാണിത്. ചൂടോടെ തന്നെ ഇടിച്ചിടിച്ച് പിന്നെ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം. കറിവേപ്പില ഇട്ടിട്ടില്ല ശരിക്കും. ഇപ്പൊ ചേട്ടൻ നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഇതേപോലെ മടലിന്റെ ഒക്കെ കഷ്ണം വെച്ച് വീട്ടിലിരുന്ന് കുത്തി ഇടിച്ചിട്ട് ഈ മടലിനൊക്കെ വേണ്ടിയിട്ട് അടിയായിരുന്നു. എന്തിനാണെന്നറിയോ? വേറെ ഒന്നല്ല, ഇടിച്ചതിന് ശേഷം ഒരു സെക്കൻഡ് ചേട്ടാ ഇതേപോലെ പറ്റിയ കപ്പ ഇങ്ങനെ തൊട്ട് നക്കാൻ അതിന്റെ ഒക്കെ ടേസ്റ്റ് ശരിക്കും ഇപ്പോഴത്തെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഇവര് പറഞ്ഞപ്പോഴാണ് അറിയണത്. ഇപ്പൊ നമ്മുടെ ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോ തന്നെ ഇത് അറിയണത്. ഇങ്ങനത്തെ ഓരോരോ നല്ല രസമുള്ള സംഭവങ്ങള്. മീൻ മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ടല്ലേ? മലഞ്ഞി മറിച്ചിട്ടുണ്ടേ? മറിച്ചല്ലേ? ഇവിടെ ഇതൊക്കെ എന്ത് കറിയത്? കൊഞ്ച് കറി. ഇതോ? ചോറിനുള്ളതാണ്. ഇതെന്തൊക്കെയാണ്? അതിനകത്ത് കൊഞ്ചുണ്ട്, മുരിങ്ങയുണ്ട്, മാങ്ങ ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, നമ്മുടെ ചെമ്മീൻ തേങ്ങ മാങ്ങയിട്ട് വെച്ച കറി. ശരിക്കും ആ ചോറ് ചൂടൻ ചോറിൽ അങ്ങ് ഒഴിച്ച് കുറെ നാളിന് ശേഷം വെല്ലമൊക്കെ ഞാൻ കഴിക്കും. പിന്നെ ഊണിന്റെ ഒപ്പം നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഊണിന് ചോറ്, കപ്പ, കപ്പ വെക്കും. പിന്നെ ചെറിയ പൊരിച്ചവരുണ്ട്, അത് ഊണ് കൊടുക്കണം. ചെറിയ ഒപ്പം അത് ഇതിലുള്ള ഫ്രീ ആണോ? അത് എല്ലാ സമയം കാണത്തില്ല, ചില സമയങ്ങളിൽ ഉള്ള സമയത്ത് വെച്ച് കൊടുക്കും. എന്താ അതാണ് വേറെ സ്പെഷ്യാലിറ്റി. ഇവിടെ ഊണിന്റെ ഒപ്പം മീൻ പൊരിച്ചത്, ഒരു മീനിന്റെ കഷ്ണം പൊരിച്ചത് ഫ്രീ ആണ്. അത് ആ കറിയിൽ ഉൾപ്പെടുന്നതാണ്. വേറെ എക്സ്ട്രാ പൈസ ഒന്നുമില്ല. ഊണിന് 40 രൂപ. വേറെ എപ്പോഴും കാണത്തില്ല, ചില സമയത്തേ കാണത്തുള്ളൂ. ഉള്ള സമയത്ത് മീൻ കിട്ടണ 2 മണി കഴിഞ്ഞ 3 മണി കഴിഞ്ഞാൽ നിങ്ങൾ TV പറഞ്ഞില്ല ഞങ്ങളുടെ പൊരിച്ചു വലഞ്ഞു. അത് തീരണേന് മുമ്പ് വന്നാൽ കിട്ടും, ഇല്ല കിട്ടത്തില്ല. നിങ്ങളത് TV പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ കിട്ടിയില്ലോ തന്നെ വെക്കത്തുള്ളൂ പറയും. അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും. പിന്നെ പച്ചടി ഉണ്ട്, തോരൻ, നാരങ്ങ, പിന്നെ ഈ കൊഞ്ച് കറി, പിന്നെ പുളിശ്ശേരി, പിന്നെ നമ്മൾ ഈ തലക്കറിയുടെ ചാറ് എല്ലാം കൊടുക്കും. ഉള്ളതെല്ലാം നമ്മള് നാട്ടുകാർക്ക് നമ്മൾ കഴിക്കാവുന്നവർക്ക് തരുവ. ആവശ്യമുള്ള ചോദിച്ചു വാങ്ങിച്ചു കഴിക്കുക. നമ്മുടെ പരു, മലഞ്ഞീൻ അല്ലെങ്കിൽ പലഞ്ഞീൻ, മീൻമുട്ട എല്ലാം ഒരു സാധനം തന്നെ. അന്ന് റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തതുമായിട്ടുണ്ട്. അപ്പോൾ ട്രെയിലോട്ട് അങ്ങ് എടുത്ത് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പരു ആയിട്ടുണ്ട്. ഏകദേശം എന്താ പറയാ, ഒരു വരാല് പോലെ ഇരിപ്പുണ്ട്. വരാല് പൊരിച്ച പോലെയൊക്കെ ഇരിപ്പുണ്ട്. നന്നായിട്ടായിട്ടുണ്ട്. നല്ല സ്മെൽ, എന്താ പറയാ, നല്ല ഫ്ലേവർ ഇങ്ങനെ ടിച്ച് കിട്ടുന്നുണ്ട്. വറുത്ത് മസാലയുടെ ഒക്കെ അല്ല. ഞങ്ങള് പണ്ട് ചിലത് ചെയ്യാറുണ്ട്. ഈ മീൻ പൊരിച്ചിട്ടെ അതിന്റെ എണ്ണ, കറുപ്പുള്ള എണ്ണ ശകലേശം ചോറിലൊഴിച്ച് ഇത്തിരി ഉപ്പിട്ട് ഞാൻ കഴിക്കാം. ഇടയ്ക്കൊക്കെ കഴിക്കാം, എപ്പോഴും കഴിക്കരുത്. ഇടയ്ക്ക് കഴിച്ചാൽ ടേസ്റ്റ് ആണ്. കുറെ കാലം കഴിച്ചാൽ അനുഭവിക്കാം. മീൻ കൊടുക്കാം. അപ്പൊ അതെ, നമ്മുടെ പലഞ്ഞീനായിട്ടുണ്ട്. മീൻ കൊടുക്കാൻ പോവാ. അമ്മോ പൊളിച്ചു. അപ്പൊ നമ്മുടെ മീനുമായി പലഞ്ഞീനുമായി. അപ്പൊ നമ്മുടെ ചേട്ടാ താങ്ക്സ്. ഞാൻ ഇതപ്പോ കഴിക്കാനുള്ള എന്തായാലും അങ്ങോട്ട് പോയിരിക്കുവാണ്. എനിക്ക് കുരുമുളക് അല്ലേ, ഇച്ചിരി കുരുമുളക് ഇടാൻ പോവാണ്. അപ്പൊ കുരുമുളക് നന്നായിട്ട് പൊടിച്ച് ഇപ്പൊ എന്തായാലും ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ പോവാ.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രേട്ടൻ നേരമാണ്. ഈ കണ്ടോ എന്ത് വലഞ്ഞീനും നമ്മുടെ മീനും. ഇത് സാലഡ് കൊടുക്കണാണ് എൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കുകയാണ്. അപ്പം എന്താ ചേട്ടാ എനിക്ക് കുറച്ച് കപ്പയും കൂടി തരാമോ? നമ്മൾ ഇടിച്ച കപ്പ. അപ്പം എല്ലാം കൂടി കുരുമുളക് നന്നായിട്ട് ചതച്ച് പൊടിച്ചിട്ടേക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയെ കാണാം. ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തുനിന്ന് തിരുമുല്ലവാരത്ത് കടപ്പുറത്ത് അടുത്തായിട്ടാണ്. അവിടെ വന്ന് ചന്ദ്രേട്ടൻ്റെ കട, ചന്ദ്രൻപിള്ളച്ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരും കാണിച്ചു തരും. നമ്മൾ നേരത്തെ മടലിലൊക്കെ ഇട്ട് അടിച്ച ഇത് തലയുടെ ചാറല്ലേ, തലക്കറിയുടെ ചാറ്. ഞാൻ നല്ല എരിവുള്ള കറിയാണ്. എന്നാൽ നമ്മൾ മീൻ കഴിച്ചു നോക്കാം. നല്ല ഫ്രഷ് മീൻ, നല്ല മസാല പറഞ്ഞിട്ട് പൊരിച്ചെടുത്ത് തന്നെ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രേട്ടൻ ഊണ് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഊണ്. കറി കഴിക്കട്ടെ? ആ കൊച്ചു കറിയുടെ അതെ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും മീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ മീൻ ഭക്ഷണം നമ്മുടെ ഇത് ചെമ്മീനല്ലേ, ചെമ്മീൻ കൊഞ്ച് എല്ലാം തക്കാളി കറിയൊക്കെ കൂട്ടി, തക്കാളി എല്ലാം ഇട്ട് മുരിങ്ങാക്കോല് മാങ്ങയുടെ പുളി അറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ. അപ്പൊ ചന്ദ്രേട്ടാ വളരെ നന്ദി. നമുക്ക് പൊരിച്ചു തന്നേനും ഊണ് തന്നേനും എല്ലാത്തിനും. നമ്മുടെ കട ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊല്ലത്തുനിന്ന് 2 കിലോമീറ്റർ ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട്. അതിന്റെ ബാക്കിൽ തിരുമുല്ലവാരത്ത് വന്നിട്ട് നമ്മുടെ ചന്ദ്രൻപിള്ളച്ചേട്ടൻ്റെ കട ചോദിക്കുക. നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ചന്ദ്രൻപിള്ളച്ചേട്ടൻ്റെ കട ചോദിക്കുക, വരിക, കഴിക്കുക. നല്ല ഫ്രഷ് സാധനമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെ കൊണ്ട് കട വെച്ചാലും എത്ര റിമോട്ട് ഏരിയയിലും ആണെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് തന്നെ എത്തി കഴിക്കും. അതിൻ്റെയാണ് ഈ തെളിവുകൾ. എന്തായാലും നമ്മൾ നാടൻ ഫുഡിന് കഴിച്ചുകൊണ്ടിരിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.